കോതമംഗലത്തേക്ക് വീണ്ടും കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു. ആനയെ മയക്കുവെടി വെക്കാൻ തീരുമാനമായിരിക്കുന്നു. എംഎൽഎയുടെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ കിണറ്റിൽ വീണിട്ടുള്ള ആനയെ ഈ പ്രദേശത്ത് നിന്നും നീക്കം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം അതിന് ചില സാങ്കേതികമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ചില ബുദ്ധിമുട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വെള്ളത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യം ആ വെള്ളം വറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന്റെ തുടർച്ചയിൽ സ്വാഭാവികമായിട്ടും വലിയ തോതിൽ ജനക്കൂട്ടം ഇവിടെ ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട്. രാവിലെ മുതൽ ഈ വാർത്ത പുറം ലോകം അറിഞ്ഞ നിമിഷം മുതൽ വലിയ തോതിലാണ് ആളുകൾ വലിയ ആശങ്കപ്പെട്ടുകൊണ്ടാണ് പ്രദേശത്തേക്ക് എത്തുന്നത്. അപ്പോൾ വനം വകുപ്പിന് ഈ അറ്റംപ്റ്റ് നടത്തണമെങ്കിൽ ഇവിടെ മറ്റ് ജനങ്ങൾക്ക് കാഷ്വാലിറ്റി അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത തരത്തിൽ ഇത് കൈകാര്യം ചെയ്യണമെങ്കിൽ ആളുകളുടെ ഒരു സഹകരണം വേണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ കോട്ടപ്പടിയിൽ 1, 2, 3, 4 വാർഡുകളിൽ 144 പ്രഖ്യാപിച്ചുകൊണ്ട് 24 മണിക്കൂറിലേക്ക് 144 പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ തുടർച്ചയിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ മയക്കുവെടി വെക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്കും ആനയെ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കും എത്തുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ കിണറ്റിൽ ഇവിടെ ഒട്ടേറെ കുടുംബങ്ങൾ കുടിവെള്ളത്തിനടക്കം ഉപയോഗിക്കുന്ന കിണറാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള നഷ്ടം ഇപ്പോൾ ഇവിടെ PWD എഞ്ചിനീയർമാരടക്കം എത്തിയിട്ടുണ്ട്. ഇപ്പം ഏതായാലും ആന കുളത്തിൽ നിന്നും കയറിയതിനു ശേഷം മാത്രമേ നമുക്കതിന്റെ ഒരു ഡാമേജിനെ സംബന്ധിച്ച് തിട്ടപ്പെടുത്താൻ കഴിയുള്ളൂ, എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ കഴിയുള്ളൂ. അത് അടിയന്തരമായി തയ്യാറാക്കി കളക്ടർക്ക് സമർപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് വളരെ വേഗത്തിൽ അതിന്റെ നഷ്ടപരിഹാരം അടക്കം അതിന്റെ അനുമതി നൽകുമെന്നുള്ള ഒരു അറിയിപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ഒടുവിൽ ജനങ്ങളുടെ ആവശ്യത്തിലേക്ക് തന്നെ അത് അംഗീകരിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെ കടക്കുക, അങ്ങനെ പ്രശ്നത്തിന് വളരെ പെട്ടെന്ന് ഒരു പരിഹാരത്തിലേക്ക് കടക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ. മയക്കുവെടി വെക്കണമെങ്കിൽ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സാങ്കേതികമായി എടുക്കുന്ന കാലതാമസം, ഇതെല്ലാം ഒരു വശത്തുണ്ട്. എങ്കിലും ഇതല്ലാതെ മറ്റൊരു മാർഗത്തിലേക്ക് ഇനി കടക്കാനൊട്ട് കഴിയുകയുമില്ല. ഏത് തരത്തിലേക്ക് നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ? അപർണ സൂചിപ്പിച്ചതുപോലെ മയക്കുവെടി എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ വനം വകുപ്പും പോലീസും RTOയും ഒക്കെ എത്തിയിരിക്കുന്നത്. MLA അതിനുള്ള മിനിറ്റ്സ് വായിച്ചു. ഇന്ന് ഇപ്പൊ ചൂട് കൂടുതലായിരുന്ന ആനയുടെ ശരീരത്തെ ചൂട് കൂടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മയക്കുവെടി വെച്ചാൽ ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് വൈകുന്നേരത്തോടെ ഇത് ടെമ്പറേച്ചർ വേരിയേഷൻ നോക്കിയ ശേഷം മാത്രമേ അതിന് ചെയ്യാൻ കഴിയുള്ളൂ. അതിനു മുൻപേ ഈ 144 പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇവിടുന്ന് ജനങ്ങളെ മാറ്റുക, ഈ പ്രദേശത്തേക്ക് ജനങ്ങളെ അടുപ്പിക്കാതിരിക്കുക, പ്രത്യേകിച്ചും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് അങ്ങനത്തെ ഒരു നടപടിയിലേക്ക് പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടെ പ്രകോപിതരായ ആളുകളെ RDO സമവായത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കാരണം ആളുകൾ ഇത് മാത്രമല്ല ഞങ്ങളുടെ പ്രശ്നം, ഇവിടെ നിരന്തരം വന്യമൃഗങ്ങൾ നിരന്തരം കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങുന്നു, നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, നിരന്തരം ഈ കൃഷിനാശങ്ങൾ ഉണ്ടാക്കുന്നു, ഇവിടെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഇതിനൊന്നും പരിഹാരം കാണാതെ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ ഇപ്പോഴെങ്കിലും പ്രതിഷേധിച്ചില്ലെങ്കിൽ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം വോട്ട് ചോദിക്കാൻ വരുന്ന സാഹചര്യമാണ് ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും സമീപനമാണ് ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളോടെ ജനങ്ങൾ അങ്ങേയറ്റം പ്രകോപിതരായിരിക്കുന്ന സാഹചര്യമാണ്. ഇത് MLA ഇവിടെ കോതമംഗലം MLA ഉണ്ട്, സ്ഥലത്ത് എൽദോസ് കുന്നപ്പള്ളിയുണ്ട്, ഈ RDO ഉണ്ട്, സ്ഥലത്ത് RDO ഉണ്ട്. ഈ സാഹചര്യത്തിലൊക്കെയും അവർ അതിൽ നിന്നും സംയമനം പാലിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് തന്നെ വേണം. ഇത് മാത്രമല്ല, ഈ ഒരു പ്രശ്നം ഇന്നൊരു ആന വീണു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ആനകൾ കൂട്ടമായി ഇറങ്ങുന്നു, അല്ലെങ്കിൽ വന്യജീവികൾ കൂട്ടമായി. കോട്ടപ്പടിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ നൽകിയത്. ആനയെ പുറത്തെത്തിക്കാൻ മയക്കുവെടി വെക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കാനുള്ള തീരുമാനം ആയിരിക്കും.